മറ്റൊരു വാർത്തയിലേക്ക്. തിരുവനന്തപുരം നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ മധ്യവയസ്കൻ കുഴഞ്ഞു വീണ് മരിച്ചത് ചികിത്സ കിട്ടാതെയെന്നു ബന്ധുക്കൾ. നെഞ്ചുവേദനയാണ് എന്ന് അറിഞ്ഞിട്ടും രാജേഷിനോട് ക്യൂവിൽ നിൽക്കാൻ സെക്യൂരിറ്റി ജീവനക്കാർ ആവശ്യപ്പെട്ടു. അരമണിക്കൂറോളം സമയം രാജേഷിന് ക്യൂവിൽ നിൽക്കേണ്ടി വന്നു. നെഞ്ചുവേദനയുമായി എത്തിയ ആൾക്ക് സ്ട്രെച്ചർ പോലും നൽകിയില്ലെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. അതിലേക്ക് ഇയാൾ പറയാണ്, എനിക്ക് ഡോക്ടറെ വന്ന് അത്യാവശ്യമായിട്ട് കാണുന്നതിന് നെഞ്ചുവേദന കൂടി വരെയാണ് എന്ന് ഇയാൾ പറയാണ്. എന്നിട്ട് പോലും ഈ സെക്യൂരിറ്റിക്കാരൻ പറയാണ്, ഇത്രയും ക്യൂ കിടക്കയില്ലേ, നിങ്ങൾ ഇപ്പം കയറ്റിവിടാൻ പറ്റില്ല, അങ്ങോട്ട് ഇവിടെ മാറിയിരിക്കാൻ പറയുന്നു. ഇയാൾ അരമണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് ഡോക്ടറെ കാണാൻ അവസരം കിട്ടുന്നത്. ആ ECG എടുക്കാൻ പോയ സമയത്തോണ്ട് ECG എടുക്കുന്ന പെൺകുട്ടി പറയാണ്, പൈസ അടച്ചാലേ ECG എടുക്കാൻ പറ്റുള്ളൂ. അടിയന്തര സാഹചര്യങ്ങൾ വേറെ ആരുമില്ല, ഭാര്യ മാത്രമേ അദ്ദേഹം കൂടെ ഉള്ളൂ. ആ സമയത്തുകൊണ്ട് ഒരുപക്ഷെ CPR കൊടുത്തിരുന്നെങ്കിൽ രാജേഷ് ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടാവുക. ഇതിനു മുമ്പും പലതവണ പരാതികൾ വന്നിട്ടുണ്ട്. ഗുണ്ടായിസ രീതിയിലാണ് ആ സെക്യൂരിറ്റിക്കാരന്മാരുടെ പെരുമാറ്റം നടക്കുന്നത്. വിശദാംശങ്ങളുമായി ദേവൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ദേവ, വലിയ ആരോപണമാണ് ഈ കുടുംബം ബന്ധുക്കളടക്കം ഉന്നയിക്കുന്നത്. ചികിത്സ കിട്ടാതെ, ചികിത്സ വൈകിയതുകൊണ്ട് മരിച്ചു എന്നാണ് പറയുന്നത്. ബന്ധപ്പെട്ട അധികൃതർ ഇതിലൊരു വിശദീകരണം നൽകുന്നുണ്ടോ? ഇപ്പോൾ അവരുടെ പ്രതികരണമോ ഇതിൽ എന്താണ് മറുപടി എന്നോ ആരാഞ്ഞിട്ടുണ്ടോ നമ്മൾ? ഷാമിലി, തീർച്ചയായും കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ കടുത്ത നെഞ്ചുവേദനയെ തുടർന്ന് നെയ്യാറ്റിൻകര സ്വദേശിയായിട്ടുള്ള രാജേഷ് കുമാർ ചികിത്സയ്ക്കായി എത്തുന്നത്. എന്നാൽ ഈ ചികിത്സയ്ക്കായി ആശുപത്രിയിൽ എത്തിയിട്ട് ഏകദേശം അരമണിക്കൂറോളം അദ്ദേഹത്തിന് കാത്തു നിൽക്കേണ്ടി വന്നു എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. അതായത് നെഞ്ചുവേദനയെ തുടർന്ന് ആശുപത്രിയിൽ എത്തിയെങ്കിലും അദ്ദേഹത്തിനോട് ക്യൂ നിന്ന് OP ടിക്കറ്റ് എടുത്ത ശേഷം ഡോക്ടറിനെ കാണാനാണ് ഇവിടെ ഉണ്ടായിരുന്ന, ആ സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സെക്യൂരിറ്റി ജീവനക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ തനിക്ക് കടുത്ത നെഞ്ചുവേദനയാണെന്നും അടിയന്തരമായി ഡോക്ടറെ കാണണമെന്നും ഈ രാജേഷ് കുമാറും ഒപ്പം ഉണ്ടായിരുന്ന സുഹൃത്തുക്കളും ആവശ്യപ്പെട്ടിട്ടും അത് സെക്യൂരിറ്റി പരിഗണിച്ചില്ല എന്നുള്ളത് ഗുരുതരമായിട്ടുള്ള ആരോപണമായി ബന്ധുക്കൾ ഉന്നയിക്കുന്നു. പിന്നെ ഏകദേശം അരമണിക്കൂറോളം ഇത്തരത്തിൽ കാത്തുനിന്ന ശേഷമാണ് ഈ കൂടെ ഉണ്ടായിരുന്നവർ ബഹളം വെക്കുകയും ഒക്കെ ചെയ്ത ശേഷമാണ് ഈ ഡോക്ടറിന്റെ അടുത്തേക്ക് രാജേഷ് കുമാറിന് പോകാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. തുടർന്ന് ഈ ഡോക്ടർ ഈ രാജേഷ് കുമാറിനെ പരിശോധിക്കുകയും ഈ ECG പരിശോധന നടത്തുകയും ചെയ്തു. ECGയിൽ വേരിയേഷൻസ് ഉണ്ടെന്ന് കണ്ടെത്തി ഉടനെ തന്നെ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സമയം ആംബുലൻസിനായി കാത്തിരിക്കുന്ന സമയത്തിനുള്ളിൽ ഈ രാജേഷ് കുമാർ ഒപ്പം ഉണ്ടായിരുന്ന സുഹൃത്തുക്കളും ഒപ്പം ഉണ്ടായിരുന്ന ഭാര്യയുമൊക്കെ ആയിരുന്നു ഒപ്പം ഉണ്ടായിരുന്നത്. ഇവരുടെ കൂടെ ഇരിക്കുന്ന സമയത്ത് ബോധരഹിതനായി വീഴുകയും അവിടെ വെച്ച് തൽക്ഷണം മരിക്കുകയുമായിരുന്നു. തുടർന്ന് നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ തന്നെ പരിശോധനയിൽ മരണം സ്ഥിരീകരിക്കുകയും ചെയ്തു. പക്ഷേ ഏതായാലും ഈ സംഭവത്തിൽ ഏറ്റവും ഗുരുതരമായിട്ടുള്ളത് ഈ ഏകദേശം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂറോളം അദ്ദേഹത്തിന് ഈ പറയുന്നത് പോലെ തന്നെ ഡോക്ടറിന്റെ സമീപത്തേക്ക് എത്താൻ കാത്തു നിൽക്കേണ്ടി വന്നു എന്നുള്ളതാണ്. അതായത് നെഞ്ചുവേദനയെ തുടർന്നാണ് ആശുപത്രിയിലേക്ക്, സാധാരണഗതിയിൽ നെഞ്ചുവേദന അങ്ങനെയുള്ള രോഗങ്ങളുമായി ആശുപത്രിയിലേക്ക് എത്തുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ഈ OP ടിക്കറ്റ് എടുത്ത് ഡോക്ടറിനെ കാണേണ്ട ഒരു സാഹചര്യമില്ല. അടിയന്തരമായി കാഷ്വാലിറ്റിയിലേക്ക് തന്നെ നേരിട്ട് ചെന്ന് പ്രവേശിച്ചുകൊണ്ട് ഡോക്ടറിനെ കാണാൻ കഴിയും. പക്ഷേ ഈ ഇവിടെ ഉണ്ടായിരുന്ന ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സെക്യൂരിറ്റി ജീവനക്കാർ അതിന് സമ്മതിച്ചില്ല. പകരം ഈ പറയുന്നത് പോലെ തന്നെ OP ടിക്കറ്റ് എടുത്ത് ക്യൂ നിന്ന് ഡോക്ടറിനെ കാണാനായിരുന്നു നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നത്. ഏതായാലും സംഭവത്തിൽ ഈ ആശുപത്രി അധികൃതരുടെ വിശദീകരണം എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ ഈ ചികിത്സ വൈകൽ ഉണ്ടായിട്ടില്ല എന്നാണ് ആശുപത്രി ജീവനക്കാർ പറയുന്നത്. അതായത് 7 മണിയോടുകൂടി, വൈകുന്നേരം 7 മണിയോടുകൂടി തന്നെ ഇദ്ദേഹത്തിന് ഈ OP ടിക്കറ്റ് ലഭിക്കുന്നു. 7:03 അല്ലെങ്കിൽ 7:05 തന്നെ ആ ചികിത്സ പൂർത്തിയാക്കുന്നു എന്നാണ് ഈ ആശുപത്രി ജീവനക്കാർ നൽകുന്ന വിശദീകരണം. അത് സത്യമാണെന്ന് പരിഗണിച്ചാൽ പോലും ഈ ആശുപത്രിയിൽ അല്ലെങ്കിൽ ഈ ഡോക്ടറുടെ മുന്നിലേക്ക് എത്താൻ ഈ പറയുന്ന പോലെ തന്നെ രാജേഷ് കുമാറിന് ഏകദേശം അരമണിക്കൂറിലധികം അല്ലെങ്കിൽ 3/4 മണിക്കൂറോളം ഈ പറയുന്ന പോലെ തന്നെ ക്യൂ നിൽക്കേണ്ടി വന്നു എന്നുള്ളത് ഏറ്റവും ഗുരുതരമായിട്ടുള്ള കാര്യമാണ്. ഏതായാലും ഈ ആരോപണത്തെ തുടർന്ന് ആ സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സെക്യൂരിറ്റി ജീവനക്കാരനെ ഇപ്പോൾ ഈ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ കുടുംബം പരാതിയുമായി മുന്നോട്ട് പോകുമെന്നും അറിയിച്ചിട്ടുണ്ട്. നിലവിൽ ഏതായാലും ഇപ്പോൾ RDO അടക്കമുള്ള ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിക്കൊണ്ട് ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ അടക്കം പൂർത്തിയാക്കുന്നുണ്ട്. ഇപ്പോൾ മൃതദേഹം നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ BJPയുടെ ഒരു പ്രതിഷേധം ആശുപത്രിക്ക് മുന്നിൽ സംഘടിപ്പിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രിയും ഈ പറയുന്ന പോലെ ഒരു സംഭവം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ തന്നെ യൂത്ത് കോൺഗ്രസും DYFI അടക്കമുള്ള യുവജന സംഘടനകൾ ഈ ആശുപത്രിയുടെ ഈ ഒരു ഗുരുതരമായ വീഴ്ചയ്ക്കെതിരെ വലിയ രീതിയിൽ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. മുമ്പും സമാനമായ രീതിയിൽ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിക്കെതിരെ തുടർച്ചയായിട്ടുള്ള ഇത്തരത്തിൽ ഈ ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. ഏതായാലും സംഭവത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രി അടിയന്തരമായിട്ട് റിപ്പോർട്ട് ആവശ്യപ്പെടാൻ ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. ഷാമിൽ, ശരി, ദേവൻ വിവരങ്ങൾ നൽകിയത്.